നമസ്കാരം. എല്ലാ രാജ്യങ്ങളിലും പല വികസിതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഈ അടുത്ത ഇടയുണ്ടായ ഒരു ഇൻ്റർനാഷണൽ തുറമുഖത്തിൻ്റെ നിർമ്മാണം, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിൽ, സമരങ്ങൾ, വഴക്കുകൾ, അതുകൊണ്ട് തീരെ വെടിയുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ ആളുകൾ പറയുന്നുണ്ട്. എങ്കിലും ഇതുപോലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ലോകം എല്ലായിടത്തും നടക്കുന്നുണ്ട്. അതുപോലെ നടന്ന ഒരു നിർമ്മാണ പ്രവർത്തനം ഞാനൊരു ഉദാഹരണം എന്ന രീതിയിൽ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. വിഴിഞ്ഞം തുറമുഖം പോലെ തന്നെ ഹോങ്കോങ് ഇൻ്റർനാഷണൽ എയർപോർട്ട് നിങ്ങളൊന്ന് കാണുക. അതും ഇതുപോലെ തന്നെ കടലിൻ്റെ തീരത്ത് മണ്ണിട്ട് നികത്തി പണിഞ്ഞ ഒരു എയർപോർട്ടാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ഒരു എയർപോർട്ട് കൂടിയാണ് ഹോങ്കോങ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. 1998 ഇത് ഓപ്പൺ ചെയ്തത്. നോക്കൂ, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിലെ ഡിഫറൻ്റ് ആയിട്ടുള്ള സമയങ്ങൾ. തീരത്തോട് ചേർന്നാണ്, കടൽ നികത്തിയാണ് ഈ എയർപോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെയും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, എനിക്കറിയില്ല. അതോ നമ്മുടെ നാട്ടിൽ മാത്രമാണോ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക.